സന്ധ്യയ്ക്ക് ഉദിച്ചുയർന്ന നക്ഷത്രങ്ങൾ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ മറയാൻ തുടങ്ങി. രാത്രിയുടെ ഇതരയാമങ്ങളിൽ ഉദിക്കുന്ന നക്ഷത്രങ്ങൾ കാണപ്പെട്ടുകൊണ്ടിരുന്നു. ഈ സന്ദർഭത്തിൽ ഒരു തപസ്വിനി അവിടേക്ക് ഓടിയെത്തി. സീതേ, ഇതെന്താണിങ്ങനെ എന്ന് സംഭ്രമിച്ച് ചോദിച്ചു. സീത മോഹാലസ്യപ്പെട്ടിരിക്കുകയാണെന്ന് കരുതി മുഖത്ത് വെള്ളം തെളിച്ച് ആശ്രമത്തിനുള്ളിൽ കൊണ്ടുപോയി കിടത്തി. നേരം വെളുക്കാറായി. വാൽമീകി രാമൻ്റെ സന്ദേശവുമായി ആശ്രമത്തിൽ വന്നു. മകളെ, ദുഃഖിക്കരുത്, വരൂ എന്ന് സമാധാനിപ്പിക്കുന്ന ആദികവിയുടെ പാദങ്ങളിൽ നോക്കിക്കൊണ്ട് സീത യാന്ത്രികമായി നടന്നു ശ്രീരാമൻ്റെ കാര്യാലോചന സഭയിലെത്തി. രാജസഹസ്രാണെന്നറിഞ്ഞിട്ടും സീത മുഖം കുനിച്ചു നിന്നതേയുള്ളൂ. ഒടുവിൽ പശ്ചാത്താപത്താൽ വാടിയ മുഖത്തോടെ പ്രാണനാഥനെ ഒന്ന് നോക്കി. പൗരജനങ്ങൾ ചുറ്റും സ്തബ്ധരായിരിക്കെ സീതാദേവി തൻ്റെ മാതാവായ ഭൂമിദേവിയിലേക്ക് അന്തർധാനം ചെയ്തു. ചിന്താവിഷ്ടായ സീതയിൽ നിന്ന്